ഹായ് ഓൾ, ഗാലക്റ്റിക് ക്യൂസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനമാണ് വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുവാൻ ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം. ചിപ്കോ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ സുന്ദർലാൽ ബഹുഗുണ. സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ നേതാവ്. സേവ് സൈലന്റ് വാലി മൂവ്മെൻറ്റ് ആരംഭിച്ച സ്ഥലം എവിടെ? ആൻസർ പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിൽ 1973 സേവ് സൈലന്റ് വാലി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. കേരള ഗവൺമെൻറ്റിനോട് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കുവാൻ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ആര്? ആൻസർ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് കേരള ഗവൺമെൻറ്റിനോട് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കുവാൻ നിർദ്ദേശിച്ചത്. സൈലന്റ് വാലി മൂവ്മെൻറ്റിൻ്റെ സ്മരണാർത്ഥം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സൈലന്റ് വാലി ദിനമായി ആചരിച്ചത് എന്ന്? ആൻസർ 1980 മാർച്ച് 15. 1980 മാർച്ച് 15 സൈലന്റ് വാലി മൂവ്മെൻറ്റിൻ്റെ സ്മരണാർത്ഥം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സൈലന്റ് വാലി ദിനമായി ആചരിച്ചത്. പ്രകൃതിയാലുള്ള സാൽമരങ്ങളെ മുറിച്ചുമാറ്റി പകരം തേക്ക് മരം വെച്ച് പിടിപ്പിക്കാനുള്ള ബീഹാർ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരെ രൂപീകൃതമായ സംഘടന ഏത്? ആൻസർ ജംഗൽ ബച്ചാവോ ആന്തോളൻ. ജംഗൽ ബച്ചാവോ ആന്തോളനാണ് പ്രകൃതിയാലുള്ള സാൽമരങ്ങളെ മുറിച്ചുമാറ്റി പകരം തേക്ക് മരം വെച്ച് പിടിപ്പിക്കാനുള്ള ബീഹാർ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരെ രൂപീകൃതമായ സംഘടന. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സ്റ്റേറ്റ് ഏതാണ്? ഉത്തരം നാഗാലാൻഡ്. നാഗാലാൻഡിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ളത്. രാജസ്ഥാനിലെ ജനങ്ങളിലെ ജലസംരക്ഷണം എന്ന ലക്ഷ്യം വളർത്തുകയും അതിനുവേണ്ട മാർഗങ്ങൾ അവരിൽ എത്തിക്കുവാനും വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനം ഏത്? ആൻസർ തരുൺ ഭാരത് സംഘ്. 1985 ഇത് ആരംഭിക്കുന്നത്. തരുൺ ഭാരത് സംഘാണ് രാജസ്ഥാനിലെ ജനങ്ങളിലെ ജലസംരക്ഷണം എന്ന ലക്ഷ്യം വളർത്തുകയും അതിനുവേണ്ട മാർഗങ്ങൾ അവരിൽ എത്തിക്കുവാനും വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനം. തരുൺ ഭാരത് സംഘ് എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം രാജേന്ദ്ര സിംഗ്. രാജേന്ദ്ര സിംഗ് ആണ് തരുൺ ഭാരത് സംഘ് എന്ന സംഘടനയുടെ നേതാവ്. വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ രാജേന്ദ്ര സിംഗ്. രാജേന്ദ്ര സിംഗ് ആണ് വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. നൊബേൽ പ്രൈസ് ഫോർ വാട്ടർ എന്നറിയപ്പെടുന്നത് ഏത് പുരസ്കാരമാണ്? ആൻസർ സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ്. സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസിനെയാണ് നോബൽ പ്രൈസ് ഫോർ വാട്ടർ എന്നറിയപ്പെടുന്നത്. 2015 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ ആര്? ഉത്തരം രാജേന്ദ്ര സിംഗ്. രാജേന്ദ്ര സിംഗിനാണ് 2015 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.